2013 ഈ NPS നടപ്പാക്കിയതിന് ശേഷമുള്ളത് ഏകീകൃതമായിട്ട് എത്ര കൊല്ലം കഴിയുമ്പോൾ മുഴുവൻ എല്ലാവർക്കും ഒരേ പെൻഷൻ ആവും എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ നമുക്ക് ഈ ചർച്ചയ്ക്ക് വലിയ വിഷയം ഉണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് കൂടുതൽ അഡ്രസ് ചെയ്യേണ്ട വിഷയം അൺഎംപ്ലോയ്മെന്റ് ആണ്. അതിന് എങ്ങനെ അത് അല്ലല്ല, തീർച്ചയായിട്ടും അതിന് കോർഡിനേഷൻ അതിനുള്ള കോർഡിനേഷൻ അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെന്റാ പെൻഷൻ ജനുവരി മാസത്തിൽ ഈ രാജ്യത്തെ തകർത്ത പെൻഷൻ സംവിധാനം കൊണ്ടുവന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെന്റാണ്. 2004 എല്ലാ സ്റ്റേറ്റിലും അടിച്ചേൽപ്പിച്ചു. ഈ പെൻഷൻ സംവിധാനം തച്ച് തകർത്തു. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയെ പറ്റി പറയുകയാണെങ്കിൽ 2004 ഓർഡിനൻസ് ഉണ്ട്. പക്ഷേ 2012 ഈ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് BJPയുടെ പിന്തുണയോടുകൂടിയാണ് അവിടെ കൊടുത്തത്. ഇനി ഒന്നും കൂടി പറഞ്ഞോട്ടെ, 2019 ലേബർ കോഡ് കൊണ്ടുവരുന്നു, അതിന് കോഡ് ഓൺ വേജസ് കൊണ്ടുവരുന്നു. ആ കോഡ് ഓൺ വേജസിന് പിന്തുണ പ്രഖ്യാപിച്ചത് അന്ന് കോൺഗ്രസ് ആണ്. എന്തുകൊണ്ട് കോഡ് ഓൺ വേജസിന് അന്ന് എതിർത്തില്ല? എന്തുകൊണ്ട് അപ്പൊ ആകെ എതിർത്തല്ല? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും വലിയ കലാപം ഉണ്ടായത്. അവിടെയാണ് എല്ലാ തൊഴിൽ നിയമങ്ങളും ചരിത്രത്തിലേക്ക് പോണ്ട. രാഹുൽ അടക്കമുള്ള ആളുകൾ കേന്ദ്ര സർക്കാരിന്റെ മുകളിലേക്ക് ഈ ഭാരതത്തിന്റെ പാപഭാരം മുഴുവൻ കേന്ദ്ര സർക്കാരാണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ രാഹുൽ അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ റോസ്ഗാർ മേള അടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞ 4 വർഷം കൊണ്ട് 12 ലക്ഷത്തിലധികം ചെറുപ്പക്കാർക്ക് ഡയറക്റ്റായി തൊഴിൽ കൊടുത്തൊരു സർക്കാർ നേരിട്ട് വന്ന് ഓരോ സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കാം, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ChatGPT നോക്കാം. പക്ഷേ കേരളത്തിനകത്ത് ഒരു അഡ്വൈസ് മെമ്മോ അയച്ചിട്ട് അതിന്റെ അതിനെ കുറിച്ച് ചോദിക്കാൻ രാജ്യത്ത് മൻമോഹൻ സിംഗ് 60 ലക്ഷം കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർ, പെൻഷൻകാർ 1 ലക്ഷം ജീവനക്കാരും ഉണ്ടായിരുന്നു. 1 ലക്ഷം കോടി. ആ എണ്ണത്തിൽ എന്ത് വർധനവാ വൻതോതിൽ ഇടിവാ സംഭവിച്ചത്? ഒരു സെക്കൻഡ് ചേട്ടൻ ഈ സംസാരിച്ച ആളെ കുഴപ്പത്തിലാക്കും. PSC അപ്ലൈ ചെയ്യേണ്ട വയസ്സ് 45 പറഞ്ഞു. ഈ 45 വയസ്സ് ജോലി കിട്ടിയ ആൾക്ക് എത്ര സർവീസ് കിട്ടും? അപ്പൊ പെൻഷൻ 25 വർഷം ഓടും. അത്രയും അല്ലേ കിട്ടുള്ളൂ. അപ്പൊ ഒരു 60 വയസ്സാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പെൻഷൻ പ്രായം ഒരു പോയിന്റ് നമ്മൾ ഈ പെൻഷൻ പ്രായം ഉയർത്തുക 60-ആയും 62 ഒരു പോയിന്റ് നമ്മൾ 60-ആയും 62-ആയും 63-ആയും ഉയർത്തുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാത്ത ഒരു കാര്യം, ഇതെങ്ങനെയാണ് കേരള ഗവൺമെന്റ് സർവീസസിന്റെ എഫിഷ്യൻസിയെ ബാധിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് അത് അപ്ലിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ലോങ് ടേമിൽ പെൻഷൻ പ്രായം ഉയർത്തുമ്പോൾ കേരള സർക്കാർ കൊടുക്കുന്ന സർവീസസിന്റെ എഫിഷ്യൻസി എങ്ങനെയാണ് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. ഒറ്റ വാചകം, സമയം കഴിഞ്ഞു. പൊതുഖജനാവിലെ പണം വീതം വെക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ ആൾക്കാർ ബഹളം വെക്കാതെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ചെയ്യാനായിട്ടുള്ള മികവുണ്ടാക്കുന്നതിന് ആവശ്യമായ സംവിധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക. കേരളത്തിലെ ജനങ്ങളുടെ ആയുർദൈർഘ്യം ഏറ്റവും അമേരിക്കയെക്കാളും കൂടുതലായതുകൊണ്ട് കേരളത്തിലെ ഈ റിട്ടയർമെന്റ് പ്രായം കൂട്ടണമെന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ രാഹുലെ കൂട്ടണോ? അവസാനമായിട്ടാണ് അത് കഴിഞ്ഞു. റിട്ടയർമെന്റ് പ്രായം 60 വയസ്സാക്കാൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ചാൽ ശക്തമായ സമരം DYFI കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നടത്തും. ഒരു കാരണവശാലും അനുവദിക്കില്ല. 60 വയസ്സ് ഒരു കാരണവശാലും ആക്കാൻ പാടില്ല. പക്ഷെ അതിന്റെ കൂടെ തന്നെ പല മേഖലകളിൽ ഇപ്പോഴും ഒഴിവ് നികത്താത്ത ഒരു പ്രയാസം, പ്രത്യേകിച്ച് കോളേജ് അധ്യാപകന്മാരുടെ ഈ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിട്ട് 3 വർഷമായിട്ടും ഒരു നിയമനം പോലും കേരളത്തിൽ നടന്നില്ല എന്ന് പറയുമ്പോൾ, 1ാം റാങ്കുകാരന് പോലും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എത്ര വലിയ നിയമന നിരോധനമാണ് ഇവിടെ നടപ്പിലാക്കിയതെന്നും കൂടി ഓർക്കും നന്നായിരിക്കും. കഴിഞ്ഞ 70 വർഷക്കാലമായിട്ട് ഇടതു വലതു മുന്നണികൾ ഭരിച്ചു മുടിച്ചതിന്റെ പാപഭാരം കേരളത്തിലെ ചെറുപ്പക്കാരുടെ തലയിൽ കെട്ടിവെക്കാനാണ് ഏത് സർക്കാർ ശ്രമിച്ചാലും അതിനെ തെരുവിൽ ചോര കൊടുത്ത് ചെറുക്കുന്ന നിലപാടായിരിക്കും യുവമോർച്ച എടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കേരളം എന്താ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമല്ലേ? ഈ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും 60, 62, 65 ആണ്. എന്തുകൊണ്ട് കേരളത്തിൽ 56? അതാണ് ചോദ്യം.